respected colleagues of the UDF, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എൻ്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, I thank you for being here today at this meeting. ഇന്ന് ഈ യോഗത്തിൽ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. For waiting for me, എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. and more than anything else, I thank you for the immense love and affection you are showering on me everywhere I go in Wayanad. എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ എനിക്ക് എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്നേഹത്തിന്, ഒരുപാട് ഇഷ്ടത്തിന്, ഞാൻ വയനാട്ടിൽ നിയോജക മണ്ഡലം, പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെ പോയാലും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. You have a great history here. നിങ്ങൾക്കൊരു മഹത്തായ ചരിത്രമുണ്ട് ഇവിടെ. Freedom fighters like P.N. Nambisan and Sri Muhammad Molla. ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ശ്രീ P.N. നമ്പീശൻ, ശ്രീ N. മുഹമ്മദ് മൊല്ല എന്നിവരുടെയൊക്കെ ഒരു മഹത്തായ ചരിത്രം നിങ്ങൾക്കുണ്ട്. Fought for the freedom of India. അവര് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. You have the Idappulam Masjid here, which is more than 100 years old. നിങ്ങൾക്കിവിടെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഇടപ്പുളം മസ്ജിദ് ഇവിടെ നിങ്ങൾക്കുണ്ട്. And a tradition and culture in which Hindus, Muslims, Christians, everybody lives together peacefully and happily. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ എല്ലാ മനുഷ്യരും സമാധാനത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു പാരമ്പര്യവും സംസ്കാരവും നിങ്ങൾക്കുണ്ട്. Your Chatan Gotupuram Utsav is in the Bhagwati temple is unique in the whole country. നിങ്ങളുടെ ഭഗവതി ക്ഷേത്രത്തിലെ ചാത്തനൂട്ടുപുര ഉത്സവം എന്ന് പറയുന്നത് മറ്റെങ്ങും കാണാത്ത പ്രത്യേകതകൾ ഉള്ളതാണ്. Because people of all religions കാരണം എല്ലാ come മതത്തിലും together at that time. ആ സമയത്ത് എല്ലാ മതങ്ങളിലെയും ആളുകൾ അവിടെ ഒരുമിച്ച് വരികയാണ്. So you stand for everything that is beautiful, everything that is strong, everything that is resilient about our country. ഈ രാജ്യത്ത് എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ, എന്തൊക്കെ ശക്തമായിട്ടുണ്ടോ, എന്തിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടോ, അതിന്റെ എല്ലാം പ്രതീകങ്ങളായിട്ടാണ് ഇവിടെയുള്ള നിങ്ങൾ നിലനിൽക്കുന്നത്. You stand for the values of our constitution, of justice, of equality, of secularism. മതേതരത്വം, തുല്യത, നീതി തുടങ്ങി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. And it is exactly these values that the BJP and its leaders like Narendra Modi ji want to destroy. ഈ പറഞ്ഞ ഭരണഘടനാ മൂല്യങ്ങളെയാണ് ബിജെപിയും അതിന്റെ നേതാവായ നരേന്ദ്രമോദിയും ഈ രാജ്യത്ത് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. In the last 10 years, the politics we have seen in our country has been a politics of divisiveness. കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭാഗീയതയുടെ, ഭിന്നിപ്പിക്കലിന്റെ രാഷ്ട്രീയമാണ്. In which those who are in power have sought to divide you, to separate brother from brother, sister from sister, to spread fear and mistrust amongst you in order to stay in power. അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവർക്ക് അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർക്കിടയിൽ ഭയം, വിശ്വാസമില്ലായ്മ, വിദ്വേഷം ഇതൊക്കെ പരത്താനാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. And brothers and sisters, what happens when a politics like this becomes powerful in a nation? എന്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരത്തിൽ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം ഒരു ദേശത്ത് ശക്തിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? A politics that seeks to distract you so that it can stay in power. നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം, അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്ന ഒരു രാഷ്ട്രീയം. What happens is that there is no focus on the real resolution of the problems that you face every single day of your lives. ഇങ്ങനെ ഒരു രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യാതൊരു ശ്രദ്ധയും ഇവിടെ ഉണ്ടാകുന്നില്ല. My sisters are standing here. എന്റെ സഹോദരിമാർ അവിടെ നിൽക്കുന്നുണ്ട്. I know that you carry the heaviest burden. നിങ്ങളാണ് ഏറ്റവും അധികം ഭാരം നിങ്ങൾക്കാണുള്ളതെന്ന് എനിക്കറിയാം. I know that. എനിക്കതറിയാം. Because women hold society together. കാരണം ഈ സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നത് സ്ത്രീകളാണ്.
We are the ones who nurture children for the future. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിക്ക് വേണ്ടി പരിപാലിച്ചു കൊണ്ടുവരുന്നത് നമ്മളാണ്, സ്ത്രീകളാണ്. If you have jobs or you're working in the fields, you come home and also at home you work. നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടും നിങ്ങൾ ജോലി ചെയ്യുകയാണ്. I know you stay awake till everybody in the family has eaten, till everybody is happy, then only you go to sleep. എനിക്കറിയാം, വീട്ടിലെ എല്ലാ മനുഷ്യരും ഉറങ്ങുന്നത് വരെ നിങ്ങൾ ഉണർന്നിരിക്കും. എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിച്ച ശേഷമേ നിങ്ങൾ ഉറങ്ങാൻ പോവുകയുള്ളൂ. എനിക്കതറിയാം. You manage many things all at the same time. ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Your work, your home, somebody is unwell, has everybody eaten their food? All separate things that you have to manage. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. This morning when I was coming here, I called up my son and asked him, have you eaten haldi this morning? ഞാൻ ഇന്ന് രാവിലെ വരാൻ നേരത്തെ എൻ്റെ മോനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മോൻ രാവിലെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോ വരുന്നത്. And last night when I finished work, I called up my daughter and asked her how her exams are. ഞാൻ ഇന്നലെ രാത്രി ജോലിയൊക്കെ പ്രചരണമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ മോളെ വിളിച്ച് ചോദിച്ചു, മോളുടെ പരീക്ഷയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കിടന്നത്. So we women are always at it. We are always working. We always have to see that everybody is okay. നമ്മൾ സ്ത്രീകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും നോക്കും നമ്മുടെ വീട്ടിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതൊക്കെ അന്വേഷിച്ചാണ് നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. But look at the difficulties you are facing. പക്ഷെ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. No matter how many members in the family are working today, you still cannot make ends meet. It's still difficult for you to move forward. ഒരു കുടുംബത്തിലെ എത്ര പേര് ജോലിക്ക് പോയാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ. അതാണ് ഇന്നത്തെ സാഹചര്യം. You make huge sacrifices to bring up your children, to give them a good education, and yet no prospect of jobs. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അവരെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മുൻപിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. Today, because of the policies of the Narendra Modi government and of the BJP, you can see that unemployment across the country is higher than it has ever been. ഇന്നത്തെ കാലത്ത് നരേന്ദ്രമോദിയുടെയും BJPയുടെയും നയങ്ങൾ മൂലം തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്തെ ഏറ്റവും വർദ്ധിച്ച ലെവലിലാണുള്ളത്. നിരക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Prices have risen enormously. വളരെയധികം ഈ രാജ്യത്ത് വില കുതിച്ചു കയറുകയാണ്. Whether you are a farmer, whether you run a small business or you are a shopkeeper, from all sides, all you face are troubles. There is no support system for you. നിങ്ങൾ ഒരു കർഷകരാവട്ടെ, ഒരു ചെറുകിട വ്യാപാരിയാകട്ടെ, ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ആളാവട്ടെ, എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പിന്തുണയും കിട്ടുന്നില്ല. I can see so many shops here. Eyesight shop, I can see the Bros shop there, Gusto, I can see Alo Bayar here. All these shops, I meet shopkeepers, I meet small business people. Even a few days back I had a meeting and they said to me, how are we supposed to make ends meet? GST has to be paid on everything. When Modi ji did demonetization, we were the greatest sufferers. When COVID happened, we were the greatest sufferers. No, there was no support system for us. We had to manage however we could manage. ഇവിടെ ഒരുപാട് ചെറുകിട കർഷകരുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്. ഇവിടെ ധാരാളം കടകളുണ്ട്. അവിടെ ഒരു കടയുണ്ട്, അതുപോലെ ഇവിടെ അലോബ്ര എന്ന് പറയുന്ന കടയുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് ചെറുകിട കച്ചവടക്കാരുടെ പ്രതിനിധികളെ ഞങ്ങൾ കണ്ടു. ഞാൻ ഇന്നലെ കണ്ടു. അവരെന്നോട് പറയുകയായിരുന്നു, ഞങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഞങ്ങളാണ്. അതുപോലെ ചരക്ക് സേവന നികുതി കൊടുത്തത് മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് ജീവിച്ചു പോവുക എന്ന് അവരെന്നോട് ചോദിക്കുകയായിരുന്നു. I was shocked when I heard that you now have to pay GST on rent also. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ചെറുകിട കച്ചവടക്കാർക്ക്, ഇവിടുത്തെ കട ഉടമകൾക്ക് നിങ്ങളുടെ വാടകയിലും GST കൊടുക്കണമെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. Small and medium businesses can be the backbone of the economy. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. They can be huge providers of jobs and employment. ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകാൻ ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് സാധിക്കും. But they need support. പക്ഷെ അവർക്ക് പിന്തുണ വേണം. Just as our farmers need support.
നമ്മുടെ കർഷകർക്ക് എത്രമാത്രം പിന്തുണ വേണമോ അതുപോലെ ഇവർക്കും പിന്തുണ വേണം. Look at the potential of agriculture here in Wayanad. ഇവിടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കൃഷിക്കുള്ള സാധ്യതകൾ എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. You are growing rubber, coconut, areca nut, paddy, tapioca. നിങ്ങൾ ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നു, നെൽ കൃഷി ചെയ്യുന്നു, തേങ്ങ കൃഷി ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ ഒരുപാട് അടയ്ക്ക കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇവിടെയുണ്ട്. I have never seen the quality of spices that I see over here. ഇവിടെ കാണുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഗുണമേന്മ ഞാൻ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. Last time I came, I took some cinnamon home. I boiled that cinnamon and the water became pink. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഇവിടുന്ന് കുറച്ച് കറുവാപ്പട്ട കൊണ്ടുപോയി. അത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ തിളപ്പിച്ച് കഴിഞ്ഞപ്പോ എന്താ വെള്ളത്തിന്റെ ഒരു പിങ്ക് നിറമായി. When I buy cinnamon in Delhi and I boil it, I can boil it for how long I want. The water remains transparent only. No color, no taste, no smell. ഡൽഹിന്ന് പക്ഷെ ഞാൻ കറുവാപ്പട്ട ഡൽഹിന്ന് വാങ്ങിച്ച് വെള്ളത്തിലിട്ട് അത് എത്ര നേരം തിളപ്പിച്ചാലും നിറവും മാറില്ല, മണവും കിട്ടില്ല. ആ വെള്ളം അതുപോലെ തന്നെ ഇരിക്കും. I met a family of farmers yesterday. ഇന്നലെ ഞാൻ കർഷകരുടെ ഒരു കുടുംബത്തെ കണ്ടു. 4 brothers. 4 സഹോദരന്മാരായിരുന്നു. I asked them, what do you see as your future? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭാവി എങ്ങനെയാണ്? One of them said to me, what future? അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ഭാവിയാണുള്ളത്? He said, I want to sell my land and move away from here. എന്റെ ഭൂമി, ഇവിടെയുള്ള ഭൂമി വിറ്റിട്ട് എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോണെന്ന ഒരാൾ പറഞ്ഞത്. The other one said, I have a loan of 8 lakhs on my head. മറ്റാള് പറഞ്ഞത്, എനിക്കൊരു 8 ലക്ഷം രൂപയുടെ കടമുണ്ട്. I live in hope that maybe next year I'll be able to pay it. അടുത്ത വർഷം ഒരു പക്ഷേ ഈ കടം തിരിച്ചടയ്ക്കാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. They told me they pay 300 rupees for insuring 1 plant of banana plant. എന്നോട് പറഞ്ഞത് ഒരു വാഴയ്ക്ക് അവർ 300 രൂപയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. And yet if it rains, if the crop gets spoiled, if that plant dies, there's no compensation for them. എന്നിട്ട് ഇവിടെ മഴ വന്നു, വിളനാശം സംഭവിക്കുന്നു, ഒരു നഷ്ടപരിഹാരവും അവർക്ക് കിട്ടുന്നില്ല. They told me that they don't get the right price for their crops anymore. അത് മാത്രമല്ല വിളകൾക്ക് ന്യായമായ വിലയും അവർക്ക് കിട്ടുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. One of them was telling me that when there was the Congress government, the UPA government at the center, which waived loans for farmers, how much help that gave people. അതിലൊരാൾ എന്നോട് പറയായിരുന്നു, കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയത് എത്രമാത്രം സഹായമായിരുന്നു എന്ന് പറയുകയായിരുന്നു അതിലൊരാൾ. They were shocked to hear from me that 16 lakh crores of rupees of loans was waived for the biggest businessmen in this country. ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ ബിസിനസ്സുകാരുടെ 16 ലക്ഷം കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളിയെന്ന് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. While when they are in trouble, when they face difficulties, farmers that actually build our country, that feed our whole nation, they have no compensation, not a single rupee. നമ്മുടെ രാജ്യത്തെ നിർമ്മിക്കുന്ന, നമ്മുടെ രാജ്യത്തെ മനുഷ്യർക്ക് അന്നം നൽകുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി കടങ്ങൾ എഴുതി തള്ളുന്നില്ല, അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും ഇവിടെ കിട്ടുന്നില്ല. When tragedies happen here, like the disaster happened with the landslide, where whole families lost their livelihoods, people lost their entire families, children were left without any member of their family. The correct funds that should be reaching them still have not reached them. വലിയ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോൾ, ഇവിടെ അടുത്ത കാലത്തുണ്ടായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പോലെ വലിയ ദുരന്തങ്ങൾ നടന്ന് മനുഷ്യർക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, കുഞ്ഞുങ്ങളെ, വീട്ടിലുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെയുള്ള ആ സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഇവിടെ കിട്ടുന്നില്ല. Your social security pensions are delayed. നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വളരെയധികം താമസിച്ചിരിക്കുകയാണ്. You have been asking for the Todikapullam underpass for a long time. നിങ്ങൾ ഒരു തൊടിക്കപ്പുള്ള അണ്ടർപാസിന് വേണ്ടി വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. So that your children can travel easily to school. അതുകൊണ്ട് നിങ്ങളുടെ ആ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് അധികം ദൂരം സഞ്ചരിക്കാതെ പോകാം. Those who are laboring in Manrega are not getting the right wages. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പണിയെടുക്കുന്നവർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുന്നില്ല. So with all the potential that you have, with all the young educated people, you still are not getting the basic facilities that you require. ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും, ഇവിടെ ഒരുപാട് കഴിവുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികളും ചെറുപ്പക്കാരും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് അതിനു വേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല. My brother loves you deeply.
എന്റെ സഹോദരൻ നിങ്ങളെ ഒരുപാട് ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. He has fought with great dedication and great commitment for your issues to be resolved. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമർപ്പണത്തോടുകൂടി ഒരുപാട് പ്രതിബദ്ധതയോടുകൂടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. You must be knowing that the school building fund also, he gave money from that fund for the school to be built, ambulances for the government hospital in Porur and houses for poor families. അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി, ആംബുലൻസിന് വേണ്ടി, അതുപോലെ തന്നെ പോരൂരിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഫണ്ട് നൽകിയിട്ടുണ്ട്. And I really believe that with a good and strong focus on food processing here in Wayanad, good marketing for your crops and storage facilities, a lot more can be done in this field. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിലൂടെ, കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. You have so much potential for tourism. നിങ്ങൾക്ക് വിനോദസഞ്ചാരത്തിന് ഒരുപാട് സാധ്യതകൾ ഇവിടെയുണ്ട്. With the right kind of infrastructure and good support for the tourism industry, ecotourism, spiritual tourism, and of course the beautiful natural resources you have here, again a lot of employment opportunities can be created and a lot of progress and improvement for the future of your children can be worked on. കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ, കൃത്യമായ പിന്തുണ നൽകുന്നതിലൂടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ടൂറിസം, വിനോദസഞ്ചാരം, അതുപോലെ ആത്മീയതയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, ഇതെല്ലാം വളർത്തുന്നതിലൂടെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉറപ്പാക്കാനും നമുക്ക് സാധിക്കും. So there are long standing issues which we need to fight together to resolve. ഇവിടെ നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. There are parts of Wayanad where there is an animal man conflict. ഈ നിയോജകം പാർലമെന്റ് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. Where there is need for urgent health care, better educational institutions. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പലയിടത്തും ആവശ്യമുണ്ട്. And together we need to pressurize the governments to deliver on those demands. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, ഈ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മൾക്ക് ഒരുമിച്ച് ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. In the same way we need to fight together to improve the facilities for tourism and for our farmers. അതുമാത്രമല്ല വിനോദസഞ്ചാര മേഖലയിലും നമ്മുടെ കർഷകർക്കും ലഭ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കേണ്ടതുണ്ട്. And build on the immense potential of the people of Wayanad. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ അപാരമായ കഴിവ് നമുക്ക് വളർത്തി വികസിപ്പിച്ച് ഇവിടുത്തെ സാധ്യതകൾ നമുക്ക് വളർത്തേണ്ടതുണ്ട്. So many young people across Wayanad are so good at sport, especially soccer. ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാര് ഇവിടെ വളരെയധികം മിടുക്കരാണ്. പ്രത്യേകിച്ച് ഫുട്ബോളിൽ വളരെ മിടുക്കരായ ഒരുപാട് പേര് ഇവിടെയുണ്ട്. It should be our dream to give them the best facilities, football camps, stadiums, so that they also can compete in the best teams in the world. അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഫുട്ബോൾ ക്യാമ്പുകൾ, സ്റ്റേഡിയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകണം. അവർക്ക് ലോകത്തുള്ള ആരോടും മത്സരിക്കാവുന്ന രീതിയിൽ അവരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. So we have a lot of work to do. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. And this relationship that you share with my brother, this relationship of love and deepest respect, should be the guiding factor for us moving forward into the future. നിങ്ങൾ എൻ്റെ സഹോദരനുമായിട്ട് പങ്കിടുന്ന വളരെ ആഴമുള്ള ബന്ധം, സ്നേഹമുള്ള ബന്ധം, ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധം, ആ ബന്ധമായിരിക്കണം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വഴികാട്ടിയാവേണ്ടത്. ആ ബന്ധമാവണം. He is my elder brother. എൻ്റെ മൂത്ത സഹോദരനാണ് അദ്ദേഹം. And I know, I have seen in the last 10 to 15 years that he has faced many difficulties. എനിക്കറിയാം, കഴിഞ്ഞ 10-15 വർഷങ്ങൾ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. The BJP launched a nasty, massive campaign to ruin his reputation. അദ്ദേഹത്തിന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി BJP വളരെ വിപുലമായ, വളരെ മോശപ്പെട്ട ഒരു പ്രചരണം തന്നെ അഴിച്ചുവിടുകയുണ്ടായി.
to spread lies about him, ridicule him and humiliate him in public. അദ്ദേഹത്തെ പറ്റി നുണകൾ പറഞ്ഞു പരത്താൻ, അദ്ദേഹത്തെ പരിഹസിക്കാൻ, അദ്ദേഹത്തെ പൊതുജനങ്ങളുടെ മുൻപിൽ അപമാനിക്കാനുള്ള ഒരു പ്രചരണമാണ് അവർ നടത്തിയത്. And at the height of that campaign, at a time when many people turned their backs on him, ആ പ്രചരണത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിന്നപ്പോൾ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ, it was you, my sisters and brothers of Wayanad, who stood by him like a rock, who gave him the support and the strength to keep fighting. ലോകത്ത് ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ എന്റെ സഹോദരി സഹോദരന്മാരെ, വയനാട് ഈ സ്ഥലത്തെ സഹോദരി സഹോദരന്മാരെ, ഒരു പാറ പോലെ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന് അദ്ദേഹത്തിന് പോരാടാനുള്ള ധൈര്യം നൽകിയത് നിങ്ങളാണ്. Your love is the bravery that he has in his heart. എന്റെ സഹോദരന്റെ ഹൃദയത്തിലുള്ള ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമാണ്. It is your love that gave him the strength to walk from Kanyakumari to Kashmir in the name of unity, in the name of peace, in the name of justice, at a time when the BJP had spread divisiveness all across our nation. ഈ രാജ്യത്ത് മുഴുവൻ ബിജെപി വിഭാഗീയത പടർത്തിയ സമയത്ത് ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാനുള്ള ധൈര്യം എന്റെ സഹോദരന് നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. It is your support, it is your encouragement that took him to Manipur to meet the people who had gone through all sorts of horrible situations and violence, and from there to drive from Manipur to Mumbai again in the name of peace and love and humanity. അതിദാരുണമായ പ്രശ്നങ്ങൾ നേരിട്ട, അതിക്രമം നേരിട്ട, അക്രമം നേരിട്ട മണിപ്പൂരിലെ ജനങ്ങളെ കാണാനും സംസാരിക്കാനും, അവിടെ നിന്ന് വീണ്ടും മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ ഈ രാജ്യത്തെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി യാത്ര ചെയ്യാനും അദ്ദേഹത്തിന്, എന്റെ സഹോദരന് കരുത്ത് നൽകിയത് നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ പ്രോത്സാഹനമാണ്. He once told me that in every step that he took in his yatra, the people of Wayanad were walking with him. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം വെച്ച ഓരോ ചുവടിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. He carries you in his heart. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. I think he was very upset having to leave you also. ഈ പാർലമെന്റ് നിയോജക മണ്ഡലം ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായിരുന്നു. And I think now he feels happy because I am here. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്, കാരണം നിങ്ങളുടെ അടുത്ത് ഞാനുള്ളതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. Because he knows I understand his heart. കാരണം അദ്ദേഹത്തിന് അറിയാം, എന്റെ സഹോദരന്റെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. And he knows that I understand how deeply he respects the love you give him. അദ്ദേഹത്തിന് അറിയാം ഞാൻ എത്രമാത്രം നിങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. And I want to tell you, I want to reassure you, എനിക്ക് നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് നൽകണം, that for me each one of you is a responsibility. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. Each one is a duty. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എന്റെ കടമയാണ്. Each one is a symbol of the true relationship that should exist between a leader and the people who support him. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഒരു നേതാവും ആ നേതാവിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങളും തമ്മിൽ ഉണ്ടാവേണ്ട യഥാർത്ഥ ബന്ധത്തിന്റെ ഒരു പ്രതീകമാണ് എനിക്ക്. A relationship of deep honesty and deep respect. ആഴത്തിലുള്ള സത്യസന്ധതയുടെയും ബഹുമാനത്തിന്റേതുമായ ഒരു ബന്ധം. So I am here to tell you that I will carry forward the work that my brother has started with dedication and commitment to you. നിങ്ങളോട് സമർപ്പണത്തോടുകൂടി പ്രതിബദ്ധതയോടുകൂടി ഞാൻ പറയുവാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ തുടരുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. I will come to your homes. I will meet as many of you as I can. I will reach out to as many families as I can. I will understand from you what your troubles are. I will stand by you during your troubles, during your sadness, and I will be with you during your happiness. എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് വരണം, എനിക്ക് പറ്റാവുന്ന ആളുകളിലേക്ക് എത്തിച്ചേരണം, എനിക്ക് നിങ്ങളുടെ വീടുകളിൽ വരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നിങ്ങളുടെ പ്രശ്നങ്ങളിലും നിങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കണം, എനിക്ക് നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കണം.
Because in the same way that you have given my brother love, in the last week or so that I have been traveling through Wayanad, you have accepted me into your hearts and into your homes as family. നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ സഹോദരനെ സ്നേഹിച്ചത്, അതുപോലെ ഞാനിവിടെ ഈ പ്രദേശത്ത് വന്ന കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. Wherever I am going, you are waiting for me. You see me, you smile. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളിൽ ഒരു പുഞ്ചിരി വിടരുകയാണ്. My sisters hug me, kiss me. എന്റെ സഹോദരിമാർ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും, എനിക്ക് ഉമ്മ തരും. My brothers wait with flowers for me. എന്റെ സഹോദരന്മാർ പൂക്കളുമായിട്ട് എന്നെ കാത്തു നിൽക്കും. And the truth is that in the life of a human being, there can be no greater honor than to receive this kind of love. ഒരു കാര്യം പറയട്ടെ, സത്യമായിട്ട് പറയട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും അധികം സ്നേഹം കിട്ടുക എന്നതിലുപരി മറ്റൊരു ആദരവ് ലഭിക്കാനേ ഇല്ല. So you have already given me and my family much more than we could ask for. ഞങ്ങൾക്ക് ചോദിക്കാവുന്നതിനപ്പുറം ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും സ്നേഹം നൽകിയിട്ടുണ്ട്. If you give me a chance to give back to you നിങ്ങൾക്ക് some of that love, നിങ്ങൾ നൽകിയ സ്നേഹത്തിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ, through dedication and hard work, കഠിനാധ്വാനത്തിലൂടെ, സമർപ്പണത്തിലൂടെ, you will find that you have a fighter here who will fight for your problems, who will fight to resolve them, who will fight for justice for you, from parliament to any other platform, even on the streets, until you get what you deserve. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഇവിടെ കരുത്തയായ ഒരു പോരാളിയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലും മറ്റേത് വേദികളും വേണ്ടി വന്നാൽ നിരത്തിലിറങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. And my sisters here know that we women are good fighters. ഇവിടെയുള്ള എന്റെ സഹോദരിമാർക്ക് അറിയാം, നന്നായി പോരാടാൻ അറിയുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. Our husbands also know that. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും അതറിയാം. So I am not one to back down. I will fight for you and I will not disappoint you. എന്ത് വന്നാലും ഞാൻ പുറമോട്ട് പോവില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. We are family now. Your problems are my problems, your troubles are my troubles, your happiness is my happiness. I thank you again for being here today and listening to me so carefully. ഇപ്പൊ നമ്മളൊരു കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്റെയും പ്രശ്നമാണ്, നിങ്ങളുടെ സന്തോഷം എന്റെയും സന്തോഷമാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്റെയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് എന്നെ കേട്ടതിന് ഞാൻ നിങ്ങളോട് വീണ്ടും നന്ദി പറയുകയാണ്. Thank you very very much. വളരെയധികം നന്ദി. മനുഷ്യനായിട്ടാണ് നിങ്ങളെ കാണുന്നത്. That leader can become your guide. അങ്ങനെയുള്ള ഒരു നേതാവിന് നിങ്ങളുടെ വഴികാട്ടിയാവാൻ സാധിക്കും. He will put your needs before his. സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപരിയായി നിങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം പ്രധാനമായിട്ട് കാണും. And he will never see you as a tool or a pawn to get more power. അദ്ദേഹം ഒരിക്കലും കൂടുതൽ അധികാരം കിട്ടാനുള്ള ഒരു ഉപകരണമായി നിങ്ങളെ കാണില്ല. And then there is another kind of leader. അത് പറയുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് മറ്റു രീതിയിലുള്ള ഒരു നേതാവുണ്ട്. Another kind of politician. മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയക്കാരുണ്ട്. That politician sees you as a number. ആ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെ നിങ്ങളെ വെറും എണ്ണങ്ങളായിട്ടാണ് കാണുന്നത്, സംഖ്യയായിട്ട്. He doesn't respect your love for him. നിങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹത്തെ അവർ ബഹുമാനിക്കുന്നില്ല. He does not have the understanding that the power he gets comes from you. അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് മനസ്സിലാകുന്നില്ല. And under him politics takes a different direction. അതുവരെ ആ വ്യക്തിയിലൂടെ രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായൊരു ദിശയാണുള്ളത്. So my sisters and brothers, my brother Rahul Gandhi is the first kind of leader. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറഞ്ഞോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്റെ സഹോദരനായ രാഹുൽ ഗാന്ധി. Who loves, respects and understands you. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാവാണ് എന്റെ സഹോദരനായ രാഹുൽ ഗാന്ധി. And in my view,
Shri Narendra Modi is the other kind of leader. എന്റെ അഭിപ്രായത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ആളില്ലേ നിങ്ങളെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാള്, അങ്ങനത്തെ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. Who will not hesitate to spread mistrust, to spread fear amongst you, to divide you as long as he stays in power. നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ഇടയിൽ ഭയവും ദ്വേഷവും പരത്താനും നിങ്ങളെ വിഭജിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. This kind of leader, once in power, forgets about the needs of the public. ഈ തരത്തിലുള്ള രാഷ്ട്രീയ നേതാവിന് വേണ്ടത് അധികാരം മാത്രമാണ്. അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളെ പറ്റിയും പൂർണ്ണമായും മറക്കുന്ന ഒരാളാണ്. He has one single aim: to remain in power. അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും അധികാരത്തിൽ ഇരിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. And in the last 10 years we have seen what this has done to our nation. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഈ രാജ്യത്തിന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Unemployment is at an all-time high. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും വർദ്ധിച്ച നിരക്കാണെന്നുള്ളത്. My sisters are suffering because of price rise. വിലക്കയറ്റം മൂലം എന്റെ സഹോദരിമാർ ബുദ്ധിമുട്ടുകയാണ്. Every single day is a struggle. ഓരോ ദിവസവും ഒരു ബുദ്ധിമുട്ടാണ്. It does not matter how many members of a family are earning. You can still not go through your life without the kind of troubles you are facing today because of price rise. വിലക്കയറ്റം മൂലം നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര അംഗങ്ങൾ ജോലി ചെയ്താലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന്. And the policies of Narendra Modi ji's government are made only to benefit big business houses. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് അതിസമ്പന്നരായ വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനും അവർക്ക് ഗുണമുണ്ടാകുന്നതിനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. Look at the potential of Wayanad. വയനാട് എന്ന പ്രദേശത്തിന് എത്രമാത്രം സാധ്യതകൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. The beautiful crops you grow. നിങ്ങൾ ഇവിടെ മനോഹരമായ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. Coffee, rubber, areca nut, pepper, cinnamon, such beautiful crops. നിങ്ങൾ കാപ്പിയുണ്ട്, റബ്ബറുണ്ട്, അടയ്ക്കയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ മനോഹരങ്ങളായ വിളകളാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. In Delhi we don't get all this. ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒന്നും കിട്ടത്തില്ല. What we get has no scent, less taste, but over here it's fresh. I was saying in my last meeting, you take the cinnamon from Wayanad and you put it in water, the water goes red. And its scent is beautiful, taste is beautiful. In Delhi we buy cinnamon, we put it in water, we boil the water, nothing happens, same water. ഡൽഹിയിൽ കിട്ടുന്നതിന് ഇതുപോലെയുള്ള നല്ല സ്മെല്ല്, മണമില്ല, അതുപോലെ അതിന്റെ കളറ് മാറില്ല. മുമ്പത്തെ മീറ്റിംഗിൽ ഞാൻ പറയായിരുന്നു, ഇവിടുന്ന് കറുവപ്പട്ട വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ ഡൽഹിയിലിട്ട് വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കളറ് ചുമക്കുന്നു. പക്ഷെ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചത് എത്ര നേരം വെള്ളത്തിലിട്ടാലും അതിന് മണവും ഇല്ല, കളറും മാറുന്നില്ല. Your coffee has such a rich taste. ഇവിടുത്തെ കാപ്പിക്ക് എന്ന് പറയുന്നത് നല്ല സമ്പന്നമായി നല്ലൊരു സ്വാദാ ഇവിടുത്തെ കാപ്പിക്ക്. You have so much potential here. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ട്. Look at the nature, natural resources you have, so much natural beauty. നിങ്ങൾ ഇവിടുത്തെ പ്രകൃതിയിൽ നോക്കൂ, നിങ്ങൾക്കുള്ള പ്രകൃതി വിഭവങ്ങൾ നോക്കൂ, എന്ത് മനോഹരമായ സൗന്ദര്യമുള്ള സ്ഥലമാണിത്. And you are wise people. അത് മാത്രല്ല, നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളും കൂടിയാണ്. All the poison that has been spread across our nation by the BJP and its politics has not touched you. ഈ രാജ്യത്ത് മുഴുവൻ ബിജെപി പരത്തുന്ന വിഷം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ആളുകളായി നിങ്ങളെ തൊട്ടിട്ടില്ല ഇതുവരെ. You have stood for what is right. നിങ്ങൾ എന്താണോ ശരി അതിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. You have stood for the truth. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നവരാണ്. Every meeting I go to, I will see a Christian sister standing, a Muslim sister next to her, Hindu sister next to her, like friends, like sisters. ഞാൻ ഏത് മീറ്റിംഗിൽ പോവുകയാണെങ്കിലും ഒരു ക്രിസ്ത്യൻ സഹോദരി ഉണ്ടായിരിക്കും, അതിൻ്റെ അടുത്തൊരു മുസ്ലിം സഹോദരി ഉണ്ടായിരിക്കും, അതിൻ്റെ അടുത്തൊരു ഹിന്ദു സഹോദരി ഉണ്ടായിരിക്കും. ഇവരെല്ലാം സുഹൃത്തുക്കളെ പോലെ നിൽക്കുന്നത് ഞാൻ ഓരോ മീറ്റിംഗിലും കാണുന്നുണ്ട്. You have immense possibilities from farming. If the marketing of your goods, storage facilities and proper packaging facilities are there for you. നിങ്ങളുടെ കാർഷിക മേഖലയിൽ ഒരുപാട് ഭക്ഷ്യ സംസ്കരണത്തിനും അതുപോലെ സംഭരണശാലകളും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനുമുള്ള സാധ്യതകളുണ്ടെങ്കിൽ, സംവിധാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. If we focus on food processing here,
you can make so much progress, so much employment can be generated. നിങ്ങൾ ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പുരോഗതി ഉണ്ടാകും, ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. But you have huge problems today. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. Farmers are not getting compensation when their crops are destroyed due to rain. മഴ കൊണ്ട് വിളനാശം സംഭവിക്കുമ്പോൾ നമ്മുടെ കർഷകർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. They don't get the right price for their crops. ന്യായമായ വില കർഷകരുടെ വിളകൾക്ക് കിട്ടുന്നില്ല. Many of them are suffering because they have taken loans and they are unable to repay the loans. ഒരുപാട് കർഷകർ വായ്പ എടുത്തിട്ട് അവർക്ക് അത് തിരിച്ചടയ്ക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. Here in this area you have attacks from wild boars and pigs. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വന്യമൃഗങ്ങളിൽ നിന്ന്, പന്നികളിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. Your crops get destroyed, you don't get compensation. നിങ്ങളുടെ വിളകൾ നശിപ്പിക്കപ്പെടുന്നു, പക്ഷെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. Yesterday I met a family of brothers who are farming and they are disappointed. They feel there's no future for them in farming. ഇന്നലെ ഞാൻ കർഷകരായ സഹോദരന്മാരുടെ ഒരു കുടുംബത്തെ കണ്ടു. അവർക്ക് വളരെയധികം നിരാശയുണ്ട്. കാർഷിക മേഖല ചെയ്തിട്ട് ഈ കൃഷി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു ഭാവി ഇല്ലെന്ന് അവർ കരുതുന്നത്. So much can be done to boost tourism here. ഇവിടെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ, പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Better infrastructure. ഒരുപാട് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. Here for you I know that direct entry road into the greenfield highway is a very important issue. നിങ്ങൾക്ക് നേരിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു റോഡ് വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയാം. The development of your Tuvur railway station is a big issue. നിങ്ങളുടെ തുവൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമാണെന്ന് അറിയാം. All these things we can be worked out together so that tourism, firstly that you have better connectivity and the tourists also have better connectivity, so it will all boost tourism here. നമുക്കിവിടെ ഒരുപാട് ഒരുമിച്ച് ഇവിടെ കൂടുതൽ റോഡുകളൊക്കെ മെച്ചപ്പെടുത്തിയാൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരാൻ സാധിക്കും. ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും. You have the potential here not just for tourism because of the beautiful natural beauty, but also for spiritual tourism with your temples and churches in Wayanad, and also for ecotourism. അത് മാത്രമല്ല, വിനോദസഞ്ചാര മേഖല എന്ന് പറയുമ്പോൾ പ്രകൃതി സൗന്ദര്യം വെച്ച് മാത്രമല്ല, ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. ഇതൊക്കെ ചേർത്ത് ആത്മീയ ടൂറിസത്തിന്റെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരത്തിന്റെ സാധ്യതയും ഇവിടെയുണ്ട്. And yet basic facilities are also lacking. പക്ഷെ ഇവിടെ അതുപോലെ പല അടിസ്ഥാന സൗകര്യങ്ങളുടെയും കുറവ് നിങ്ങൾക്കുണ്ട്. Better healthcare, better higher education institutions, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം, അതുപോലെ മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, better facilities and infrastructure for young boys who are playing soccer and other sports. ഫുട്ബോളും അതുപോലെയുള്ള മറ്റ് കായിക വിനോദങ്ങളിലും ഏർപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. My son plays a lot of soccer. എന്റെ മകൻ ഒരുപാട് ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. So I have been watching soccer for many years. അത് കാരണം എന്താ അറിയോ, ഒരുപാട് വർഷങ്ങളായി ഞാൻ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. And when I pass children playing soccer here, I can see they're playing with an aggression and energy and great motivation. ഞാൻ ഇവിടെ ആൺകുട്ടികള് ഫുട്ബോൾ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കി പറ്റി, ഒരുപാട് ഊർജ്ജത്തോടു കൂടി, ഒരുപാട് പ്രചോദനത്തോടു കൂടി, ശക്തിയോടും ആവേശത്തോടു കൂടിയാണ് അവർ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. It makes me proud of them. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അവരെ കുറിച്ച് അഭിമാനം തോന്നി. I went and saw a little soccer match and I was sitting next to the young boys. And it also made me sad. ഞാൻ അവിടെ പോയി അവിടെ കുറച്ച് കുട്ടികൾ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനത് കാണുകയായിരുന്നു. കുറച്ച് ചെറുപ്പക്കാർ ആൺകുട്ടികളുടെ അടുത്തിരുന്ന ഞാനത് കണ്ടത്. പക്ഷെ അപ്പോൾ ഒന്ന് എനിക്ക് കുറച്ച് വിഷമം തോന്നി. Because I felt, why shouldn't they have the facility that any other child gets? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു, ഈ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് മറ്റു കുട്ടികൾക്ക് ലഭിക്കുന്ന അതേ സൗകര്യങ്ങൾ കിട്ടാത്തത് എന്നാലോചിച്ചാണ് എനിക്ക് വിഷമം തോന്നിയത്. There's so much talent. Why shouldn't they be able to play in the best teams in the world? അവർക്ക് ഒരുപാട് കഴിവുണ്ട്. അവർക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളുടെ കൂടെ അവർക്ക് കളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? I know that there's a lot of migration from here because employment opportunities are less. ഇവിടെ തൊഴിലവസരങ്ങൾ കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് തൊഴിലിന് വേണ്ടി ഒരുപാട് പേര് കുടിയേറ്റം നടത്തുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. And we need to put pressure to increase the international flights from Calicut airport and also
to bring down a little bit the ticket rate so that you can easily go and meet your families. ഇവിടുന്ന് ഒരുപാട് പേര് പ്രവാസികളുള്ളപ്പം കാലിക്കറ്റിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഒരുപാട് അന്തർദേശീയ ഫ്ലൈറ്റുകൾ വിമാനങ്ങളുടെ എണ്ണം നമുക്ക് കൂട്ടണം, അതുപോലെ തന്നെ വിമാനയാത്ര നിരക്കും നമുക്ക് കുറയ്ക്കണം. ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് എനിക്കറിയാം. So sisters and brothers, you can see both things together. Immense potential, immense capacity to grow and develop, and yet immense difficulties. എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഒരു വശത്ത് വളരാനും വികസിക്കാനും ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട്, പക്ഷെ മറുവശത്ത് അതുപോലെ വലിയ പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട്. This is happening because the politics in this country is not addressing the real issues that it should be addressing. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയം യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് This is happening because people like Sri Narendra Modi and other leaders of the BJP believe that by dividing you and spreading mistrust and spreading negativity, they can stay in power. They are not answerable to you for the works and for the development of your lives. ഇത് എന്തുകൊണ്ടാണെന്ന് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂടെയുള്ള BJPയുടെ രാഷ്ട്രീയക്കാരും വിചാരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ ഭയവും ദ്വേഷവും വിദ്വേഷവും പടർത്തി അവർക്ക് അധികാരത്തിലിരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തതെന്ന് നിങ്ങളോട് ഉത്തരം പറയാൻ അവർക്ക് ബാധ്യതയില്ലെന്ന് അവർ കരുതുകയാണ്. And that's why today it is more important than any other time for you to cast your vote wisely. അതുകൊണ്ടാണ് മറ്റേത് സമയത്തെക്കാളും ഇന്നത്തെ സമയം ബുദ്ധിപരമായി നിങ്ങളുടെ വോട്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്നത്. I know you are wise. എനിക്കറിയാം നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. Because when the whole world had turned its back on my brother, it is you who recognize that this man is fighting for the truth. കാരണം ലോകം മുഴുവൻ എൻ്റെ സഹോദരനെതിരെ പുറംതിരിഞ്ഞു നിന്നപ്പോ നിങ്ങളാണ് മനസ്സിലാക്കിയത് അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടുകയാണെന്ന്. No matter what was being said about him, no matter how much money the BJP put into a campaign to spread lies about him, you did not believe that campaign, you believed in him. എന്റെ സഹോദരനെ പറ്റി എന്തൊക്കെ നുണകൾ പറഞ്ഞു പരത്തിയെങ്കിലും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി BJP എത്രമാത്രം പൈസ ചെലവാക്കി ഒരു പ്രചരണം നടത്തിയെങ്കിലും നിങ്ങൾ അത് വിശ്വസിച്ചില്ല. നിങ്ങൾ എന്റെ സഹോദരനൊപ്പം നിന്ന് അദ്ദേഹത്തിൽ വിശ്വസിച്ചു. You recognized the truth when you saw it. നിങ്ങൾ സത്യം കണ്ടപ്പോ ഇവിടുത്തെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു. You recognized the right kind of leadership and the right kind of politics. യഥാർത്ഥത്തിലുള്ള ശരിയായ രാഷ്ട്രീയം എന്താണ്, ശരിയായ നേതൃത്വം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. So I ask you today to think about not just yourselves and your daily problems and struggles, but also of India, of the nation that you belong to. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സ്വന്തമായ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണമെന്ന്. And I ask you to vote for the values of our constitution, for the values on which our country was built, and for a politics that places you, the public, the people of India, far above anything else. ഞാൻ നിങ്ങളോട് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഈ രാജ്യത്തെ എന്തുമാത്രം അടിസ്ഥാന മൂല്യങ്ങൾ കൊണ്ടാണോ ഈ രാജ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി നിൽക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാറ്റിനും ഉപരിയായി മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Above power, above greed and above personal advancement. അധികാരത്തിനപ്പുറം, അത്യാഗ്രഹത്തിനപ്പുറം, വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറമുള്ള ഒരു രാഷ്ട്രീയം. For me, the love that you are showing me is, as Gandhi ji used to say, is like a talisman. ശരിക്കും ഗാന്ധിജി പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരു ടാലിസ്മാൻ പോലെയാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ It is a guide, it is a protection. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ സംരക്ഷണമാണ്, എൻ്റെ വഴികാട്ടിയാണ്. And it is a reminder. അതൊരു ഓർമ്മപ്പെടുത്തലാണ് of what truly matters and what the truth is. സത്യം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം.
Each one of you welcoming in me into your hearts, into your homes is a huge responsibility for me. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുന്നത് എനിക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ്. Each one of you is a duty. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കടമയാണ്. Each one of you is a commitment. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ പ്രതിബദ്ധതയാണ്. My sisters here who are mothers like me will understand what I'm saying. ഇവിടെയുള്ള സഹോദരിമാർ, എന്നെ പോലെ അമ്മമാരായ എൻ്റെ സഹോദരിമാർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. Because that is how all of us mothers feel about our children. അങ്ങനെയാണ് നമ്മൾ എല്ലാ അമ്മമാർക്കും നമ്മളുടെ കുട്ടികളെ കുറിച്ച് അങ്ങനെയാണ് തോന്നുന്നത്. No matter what our difficulties are, what we may be going through, whether we are suffering, but our children come first. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകൾ പോയിട്ട്, നമ്മൾ അമ്മമാർക്ക് ഏറ്റവും ആദ്യം വരുന്നത് ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങളാണ്. And that is how I feel, having been given the love that you are giving me. നിങ്ങൾ എനിക്ക് ഇത്രയും സ്നേഹം തരുമ്പോൾ ഈ അമ്മമാർക്ക് തോന്നുന്നത് പോലെയാണ് എനിക്കും തോന്നുന്നത്. For me it will be a great honor to represent you in parliament. നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് കിട്ടാവുന്ന ഒരു വലിയ ആദരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. You are a great people with a great and strong spirit that symbolize everything that is beautiful about India. നിങ്ങൾ മഹത്തായ ഒരു ജനമാണ്. ഈ രാജ്യത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ അതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ആത്മീയ ചൈതന്യമുള്ള മനോഹരരായ മഹത്തായ ആൾക്കാരാണ് നിങ്ങൾ. To serve you and to work for you will be a privilege for me. നിങ്ങളെ സേവിക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് ലഭിക്കാവുന്ന ഒരു വിശേഷ സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. And I want to tell you that all the works that my brother has started, I will carry them on with as much dedication and commitment. I will not disappoint you and I will not let you down. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹോദരൻ ഏത് പ്രവർത്തികൾ തുടങ്ങിയോ അതൊക്കെ കൂടുതൽ സമർപ്പണത്തോടുകൂടി ഞാൻ മുൻപോട്ട് കൊണ്ടുപോകും. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. Thank you very much for all the love you have given me. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി. And thank you for waiting here for me in the sun and in the heat. ഈ വെയിലത്തും ചൂടത്തും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. I will come back and see you soon. ഞാൻ വേഗം തിരിച്ചു വന്ന് നിങ്ങളെ വീണ്ടും കാണാം. നന്ദി. Thank you. നന്ദി.